എൻ.ഡി.എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ സി.പി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഡൽഹിയിലെത്തിയ അദ്ദേഹത്തെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ ചേർന്നാണ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ.ഡി.എ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്നു. എൻ.ഡി.എ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ സി.പി. രാധാകൃഷ്ണൻ ഡൽഹിയിലെത്തി. വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജ്ജു, പ്രഹ്ലാദ് ജോഷി, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സി.പി. രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ചേർന്ന ബി.ജെ.പി പാർലമെന്ററി ബോർഡാണ് സി.പി. രാധാകൃഷ്ണനെ എൻ.ഡി.എ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ.ഡി.എ കക്ഷി നേതാക്കൾ യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വസതിയിലായിരുന്നു യോഗം. ബി.ജെ.പി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ചയാകും സി.പി. രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അന്ന് എൻ.ഡി.എ സഖ്യത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ജനം, ഡൽഹി.